എടോ, മൂർത്തീസ് ജ്വല്ലറി പേരും പെരുമയുള്ള ഒരു ബിസിനസ് സ്ഥാപനമാണ്. ആ പേര് മാറ്റി കളഞ്ഞിട്ട് അതിന് മുകളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ ജ്വല്ലറിയെ പറ്റി മാത്രമല്ല, അതിന്റെ നടത്തിപ്പുകാരെ പറ്റിയും A to Z മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയ കൂട്ടത്തിൽ തന്റെ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചോർത്തിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, ഇനി കാണുമ്പോ എന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് തന്നോട് സംസാരിച്ചെന്ന് വേണം പറയാൻ. നമ്മളെ തമ്മിൽ പരിചയപ്പെടുത്തുന്നത് നവ്യ ആയിക്കോട്ടെ. എല്ലാം സാറ് പറയുന്ന പോലെ. അവയ്ക്ക് മുന്നിൽ നല്ലൊരു ഭാവിയുണ്ട്. നിന്നെ ഒരുപാട് നാൾ അനന്തപുരിയിൽ തളച്ചിടാൻ പറ്റില്ല. നീ AM ജ്വല്ലറിയുടെ ഭാഗമാകണം. പക്ഷെ അത് നവ്യ റെക്കമെൻഡ് ചെയ്തിട്ടാണെന്ന് മാത്രം. കൂടെ കൂടിക്കോ. നഷ്ടപ്പെട്ട പ്രതാപമൊക്കെ നിനക്ക് തിരിച്ചു പിടിക്കാം. ഞാൻ ആകെ രണ്ടും കേട്ട അവസ്ഥയില സാറേ. അറിയാം, അതിൽ നിന്ന് നിന്നെ ഞാൻ മോചിപ്പിക്കുന്ന വാക്കായിരുന്നു. ഇപ്പൊ നിന്റെ പണി പോയെങ്കിലും ആർക്കും കിട്ടാത്ത തുകയല്ലേ നവ്യക്ക് ഞങ്ങൾ കൊടുക്കുന്നത്. ഏതെങ്കിലും ജ്വല്ലറിക്കാര് നവ്യയെ പോലൊരു പുതുമുഖത്തിന് അത്രയും തുക കൊടുത്തിട്ടുണ്ടോ? ഞാൻ അതേപ്പറ്റി ചിന്തിക്കാതിരുന്നല്ലോ സാർ. എന്റെ വീട്ടിലുള്ളവർക്കും അക്കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. മൂർത്തീസ് ജ്വല്ലറി മാത്രമല്ല, ആനന്ദപുരി തറവാടും ഇപ്പൊ ഒരു തകർച്ചയുടെ വക്കില. അതിനാക്കാൻ കൂട്ടണം. ആദർശ് MD സ്ഥാനത്ത് നിന്ന് പുറത്തായി കഴിഞ്ഞു. അവനേക്കാൾ കഴിവ് കുറഞ്ഞ അവന്റെ അനിയനാണ് ഇപ്പൊ ആ സ്ഥാനത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ കാര്യങ്ങളൊക്കെ വളരെ ഈസിയാ. നിനക്ക് എന്നെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഇത് എന്റെ പേഴ്സണൽ നമ്പറാ. എന്റെ വൈഫിന്റെ കൈ പോലും ഈ നമ്പർ കാണത്തില്ല. നിന്നെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടാ. അല്ല, സാറ് മാത്രമാണ് കമ്പനിയുടെ MD, അതോ പാർട്ട്നേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഇപ്പോ ഞാൻ മാത്രമേ ഉള്ളത് കരുതിക്കോ. ആദ്യമായി മീറ്റ് ചെയ്തല്ലേ. നമുക്ക് ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറന്റിൽ കയറി ഒരു കോഫി കുടിച്ചാലോ? വേണ്ട സാർ, ഞാനിപ്പോ കുടിച്ചതേ ഉള്ളൂ. എന്നാ പിന്നെ ആയിക്കോട്ടെ. ഓക്കെ, ശരി സാർ. AM ജ്വല്ലറിയുടെ യഥാർത്ഥ MDയുടെ മകനാണ്. അവനെ ശരിക്കും ഞാനാണ് റെസ്പെക്ട് ചെയ്യേണ്ടത്. എടാ, നിനക്ക് വലിയ ദൈവഭക്തിയൊന്നും ഇല്ലാന്ന് എനിക്കറിയാം. പക്ഷേ ഇനി ഞാൻ അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ എന്റെ കൂടെ വന്നോണം. ഇപ്പൊ ദൈവങ്ങൾ നമ്മുടെ കൂടെ. അതിനുള്ള നന്ദി നമ്മൾ ദൈവത്തിനോട് പറയണ്ടേ. ഈ വീട്ടിലുള്ള നമ്മുടെ ഏറ്റവും വലിയ രണ്ട് ശത്രുക്കളാണ് ഇപ്പൊ വീട് വിട്ട് പോയിരിക്കുന്നത്. ഇനി ഒരുത്തേയും കൂടിയുണ്ട്. നമ്മുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്ന ദേവയാനി. അവളും ഇനി മരുമോളെ നോക്കാൻ ചിലപ്പോ അങ്ങ് പോവും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കെന്ന് ഓഗസ്റ്റ് 15 അവളുടെ വരവത്ര പന്തിയല്ലോ. ചന്തുമോൾക്ക് സ്നേഹവും വാത്സല്യം കൊടുത്തിരുന്നവര് പടിയിറങ്ങിപ്പോയി. അവര് കൊടുത്തിരുന്ന സ്നേഹം ഇനി മുതൽ നീ വേണം അവൾക്ക് കൊടുക്കാൻ. അതുകൊണ്ട് നിന്റെ ഭാര്യ സംശയിക്കുമില്ലെന്നൊന്നും ഞാൻ നോക്കുന്നില്ല. മോളാണെങ്കിൽ ഒരേ കരച്ചില. മോളെ നീ ഇപ്പൊ തന്നെ എടുത്തോണ്ട് പോണം. എങ്ങോട്ടമ്മായി? മോളെ പുറത്തു കൊണ്ടുപോയി മോൾക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്ത് മോളുടെ സങ്കടം മാറ്റിയിട്ട് വേണം തിരികെ കൊണ്ടുവരാൻ. നവ്യ ഇവിടെ ഉണ്ട്. അറിയാം, ആരുണ്ടായാലും ശരി. ഇനി ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്തവൻ സ്വന്തം മോൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കണം. ഈ വീട്ടിലൊരു പൊട്ടിത്തെറി ഉണ്ടാവാതിരിക്കാൻ ഒരുപാട് ത്യാഗം സഹിച്ചവരാ എന്റെ മോനും മരുമോളും ഒക്കെ. അവരേതായാലും പോയി കഴിഞ്ഞു. അത് നിങ്ങളെ രണ്ടുപേരെ എത്രമാത്രം സന്തോഷിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ ഇപ്പൊ രണ്ടുപേരും കൂടുതൽ സന്തോഷിക്കൊന്നും വേണ്ട. നോക്കി നിൽക്കാതെ ചെല്ലടാ. മോളെ എടുത്ത് പുറത്തു കൊണ്ടുപോയിട്ട് ചുറ്റിട്ട് വന്നാ മതി. ശരി അമ്മായി. ഈ വീട്ടിൽ നിന്ന് ആദ്യം പുറത്തു പോകേണ്ടതേ നീയും പിന്നെ അവനുമാ. അതെല്ലാവർക്കും അറിയാം. അച്ഛൻ ഇങ്ങനെ ആദർശനെ തള്ളി പറയുന്നു നമ്മൾ ആരെങ്കിലും ചിന്തിച്ചതാണോ? അങ്ങനെ തള്ളി പറഞ്ഞപ്പോ അവൻ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുകയല്ല ചെയ്തത്. ഈ വീട് വിട്ടുപോവുകയാ ചെയ്തത്. ആദർശ് അവൻ നിന്റെ മകൻ ഒരിക്കലും കഴിയില്ല. നയനെ അവൻ നിന്റെ മരുമകൾക്കും. നവ്യയുടെ വിചാരം അഭിക്ക് അവളോട് വലിയ സ്നേഹമാണെന്നാ. എന്നാ നിന്റെ മകന് അവന്റെ ഭാര്യയോടും കുഞ്ഞിനോടും ഒട്ടും സ്നേഹമില്ലെന്ന് ഈ വീട്ടിലെല്ലാവർക്കും അറിയാം. നിനക്കും അറിയാം. എന്നിട്ടും അഭിയെ ഉയർത്തി കാണിച്ചിട്ട് ആദർശിനെ പല നേരത്തെ അവള് തള്ളി പറയുന്നുണ്ട്. അതൊക്കെ കാണുമ്പോ മനസ്സിനെ നിയന്ത്രിക്കാൻ പാടുപെടുക. ഞാൻ ഉൾപ്പെടെ ഇവിടെ പലരും. അതിന് ഇത്തിരി ആശ്വാസം കിട്ടാനാ നിന്നെ നിന്റെ മോനെ കൊണ്ട് ഇതുവരെ ചെയ്യാത്ത ജോലികളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഇനി അത് കൂടി കൂടി വരത്തേ ഉള്ളൂ. സഹിക്കാൻ വയ്യെങ്കിൽ നീ നിന്റെ മരുമോളോട് സത്യം പറഞ്ഞിട്ട് മോനെ വിളിച്ചോണ്ട് എങ്ങോട്ടെങ്കിലും പോവാൻ നോക്ക്. അങ്ങനെ പോകത്തില്ലേ. നിന്റെ പുക കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങത്തുള്ളൂ. മോളെ, അതെ, മോളെ പുറത്തു കൊണ്ടുപോകാനും കളിപ്പിക്കാനൊന്നും മോളുടെ അച്ഛനും അമ്മയും ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് ചെറിയ അച്ഛനൊരു കാര്യം ചെയ്യാം. മോളെ പുറത്തു കൊണ്ടുപോയി എല്ലായിടത്തും ചുറ്റിയടിച്ചു കൊണ്ടുവരട്ടെ. അയ്യോ, അങ്ങനെ പറയരുത്. മോളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ചെറിയ അച്ഛൻ വിളിക്കുന്നത്. മോള് വാ. ഇവളെയും കൊണ്ട് എങ്ങോട്ട് പോവാടാ? അമ്മേ, നവ്യ എവിടെയാണെന്ന് നോക്ക്. അവള് താഴെ കാണും. ഉണ്ടോ നോക്ക്. അവിടെ ഇല്ലെങ്കിൽ എനിക്ക് മോളെ കൊണ്ട് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാലോ. എന്തൊക്കെ പരീക്ഷണങ്ങളാണ് ഒരുക്കി തരുന്നത്. അവളുടെ മോനും മരുമോള് വീട് വിട്ട് പോയതിന്റെ ദേഷ്യം മുഴുവൻ നമ്മളോട് തീർക്കുന്നത്. അമ്മേ, ഈ സമയത്ത് അവരെ ചൊടിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ മോളെ പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് വരാം. അത്രയും സമയം എനിക്ക് ഇതിനകത്ത് ശ്വാസം മുട്ടുണ്ടല്ലോ. അമ്മ ഒന്ന് പോയി നോക്കിട്ട് വാ. മോക്ക് എന്താ ചെറിയ വാങ്ങി തരേണ്ടത്? അയ്യോ, അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നമ്മൾ കറങ്ങിയിട്ടൊക്കെ തിരിച്ചു വരുമ്പോ മോളുടെ കൈ നിറയെ സമ്മാനങ്ങൾ ഉണ്ടാവണം. ഇല്ലെങ്കിലേ മോളുടെ മുത്തശ്ശിനെ കൊല്ലും. ജലജ, എവിടെയടി നിന്റെ മോൻ? അവനോട് ഞാൻ പറഞ്ഞല്ലേ ചന്ത് മോളെ കൊണ്ട് പുറത്തു പോവാൻ. അവന്റെ കുഞ്ഞിന് പയ്യെ പറയട്ടെ. ഓ, നിന്റെ മരുമോള് കേട്ടാ അതോടെ നിന്റെ മകന്റെ ജീവിതം ഇരുട്ടിലാവൂല്ലേ. ഞാനായിട്ട് അവളോടൊന്നും പറയില്ല. ഇനി അബദ്ധവശാ ഇവിടെ ഉള്ളവരുടെ സംസാരം കേട്ട് അവൾ നിന്റെ മകനെ തള്ളി കളയുവാണെങ്കിൽ അത് അവന്റെ വിധിയാ. എന്റെ മോനും മരുമോളും ഇപ്പൊ ഈ വീടിന് പുറത്താ. അതുകൊണ്ട് എനിക്ക് ഇനി ആരെ സ്നേഹിക്കേണ്ട കാര്യമില്ല. നീ പെട്ടെന്ന് പറ അവനോട് കുഞ്ഞിനെ കൊണ്ട് പുറത്തു പോവാൻ. കുഞ്ഞിന് വേണ്ടുന്ന ഒക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറ. ഡ്രസ്സും ഭക്ഷണവും എല്ലാം. അവൻ പാപ്പരാണ്. അവൻ പാപ്പരാണെങ്കിൽ എന്താ, അവന്റെ ഭാര്യ പണക്കാരിയല്ലേ. അവള് വലിയ മോഡലല്ലേ. അവൾക്ക് കിട്ടിയതിന്റെ ഒരു വിഹിതം അവനും കൊടുക്കുന്നുണ്ടാവുമല്ലോ. അവളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നത് മോശമല്ലേ? ആർക്കാ കുറച്ചില്. ഭാര്യയുടെ ചെലവിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവനാ അവൻ. ഇപ്പോഴും നവ്യെ ഒഴിവാക്കിയിട്ട് നല്ല സമ്പത്തുള്ള ഒരു പെൺകുട്ടിയെ ഭാര്യയാക്കാൻ അവസരം കിട്ടിയാ നീയും നിന്റെ മകനും അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. അതാ നവ്യെന്ന മന്ദബുദ്ധിക്ക് മനസ്സിലാവുന്നില്ല. പോയി അവനോട് അവന്റെ കുഞ്ഞിനെ കൊണ്ട് വരാൻ പറയടി. ഉണ്ടോ? ഇല്ല, പെട്ടെന്ന് പോവാൻ നോക്ക്. ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളി ഒരുത്തി താഴെ ഇരിപ്പുണ്ട്. നിന്റെ അമ്മായി അവള് നിന്നെ ഇവളെ അന്വേഷിക്കുന്നുണ്ട്. നീ പെട്ടെന്ന് പോവാൻ നോക്ക്. അതെ, നവ്യ ഇങ്ങോട്ട് എങ്ങനെ വരികയാണെങ്കിൽ അമ്മ അവളെ ഒന്ന് പിടിച്ചു നിർത്തിക്കണം. എടാ, നീ പോയ ശേഷം അവൾ നിന്നെ തിരക്കുമല്ലോ. അപ്പൊ എന്ത് പറയും? അതെ, ഞാൻ പുറത്തു പോയെന്നെ പറഞ്ഞാൽ മതി. ഇവിടെ കൊണ്ട് പോയെന്ന് പറയണ്ട. തിരിച്ചു വരുമ്പോ ഞാൻ അവളുടെ കണ്ണുപിടിച്ച് അകത്ത് കയറിക്കോളാം.
എന്നാൽ ഇത് വല്ലാത്തൊരു വിധിയാ. ഇതിൽ നല്ലത് നീ പോയി തൂങ്ങിച്ചാവുന്നതാ. അങ്ങനെയൊക്കെ ഞാനും ചിന്തിക്കുന്നുണ്ടമ്മേ. അതുപോലെ എല്ലാം നഷ്ടപ്പെട്ടാ ഞാൻ നിൽക്കുന്ന തന്നെ. ജീവിതത്തിൽ ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു വിധി ഉണ്ടാവരുത്. അത് ഞാനല്ലേ പറയേണ്ടത്. നീ കാരണം പണിയെടുത്ത് എന്റെ നടു കൊടിഞ്ഞു. എന്റെ ആരോഗ്യം മുഴുവൻ ക്ഷയിച്ചു പോയി. നീ നോക്ക് എന്റെ മുഖത്തോട്ട്. കരിവാളിച്ചിരിക്കുക. ഗ്ലാമറും പോയി. അമ്മൂമ്മയാ, അമ്മയ്ക്ക് ഇനി എന്തിനാ ഈ ഗ്ലാമർ? എടാ, അങ്ങനെയാണെങ്കിൽ എന്റെ പ്രായത്തിലുള്ളവര് എന്തിനാ അണിഞ്ഞൊരുങ്ങി നടക്കുന്നത്? നീ താഴെ ഇരിക്കുന്നവളെ കണ്ടില്ലേ? വീട്ടിൽ പോലും അണിഞ്ഞൊരുങ്ങി അവള് നടക്കുന്നത് റാണിമാരെ പോലെ. അവൾ എന്നെക്കാള് 2-3 വയസ്സ് മൂത്തതാ. എന്തായാലും എല്ലാവരും കൂടെ എന്റെ ജീവിതം കട്ടപ്പുറത്താക്കിയില്ലേ? നീ തന്നെ അത് പറയണോടാ. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതെ നീ ഇവിടെ കൊണ്ട് പോ നോക്ക്. അല്ലെങ്കിൽ 2 തല തിരിഞ്ഞ പെണ്ണുങ്ങളുടെ ഇടയിൽ കിടന്ന് നീ നട്ടം തിരിയും. പോടാ അങ്ങോട്ട്. വാ, മോള് വാ. എന്നിട്ട് മോനും മരുമോളും പോയതിനുള്ള ദേഷ്യം മുഴുവൻ തീർക്കുന്നത് എന്റെ അവന്റെ നേർക്കാം. പുറത്തു പോകുമ്പോഴേ മോക്ക് വേണ്ടതെല്ലാം വാങ്ങി കൊടുക്കണം. മോൾ എന്താവശ്യപ്പെട്ടാലും അതെല്ലാം വാങ്ങി കൊടുക്കണം. വാ, മോള് ചെറിയച്ഛന്റെ കൂടെ പോയിട്ട് വാ. അച്ഛനും അമ്മ ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് മോളുടെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് ഇവനാ. വേണമെങ്കിൽ ഞാനും കൂടി പോയിട്ട് വരാം ഏട്ടത്തി. വേണ്ട, നീ അങ്ങനെ പോകണ്ട. നിനക്ക് ഇവിടെ ഇഷ്ടം പോലെ പണിയുണ്ട്. പുറത്ത് ചുറ്റാൻ പോയി അതിൽ നിന്നൊക്കെ ഒഴിവാകാലോ. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടായാലും ഇവനും മോളും മാത്രം പോയാ മതി. ഇനി മുതല് ഇവനാണ് മോളെ ഇടയ്ക്കിടയ്ക്ക് പുറത്തു കൊണ്ടുപോകാൻ പോകുന്നത്. എന്നാ പിന്നെ നവ്യെ കാണുന്നതിന് മുമ്പ് പോയിട്ട് വാമോനെ. അവള് കണ്ടാലും പോണം. അതിനെ അവൾ ചോദ്യം ചെയ്യുവാണെങ്കിൽ അവക്ക് കൊടുക്കാനുള്ള മറുപടിയൊക്കെ ഇവൻ കണ്ടുവച്ചിട്ടുണ്ടാവും. കള്ളം പറയുന്ന നാവായതുകൊണ്ട് അതെന്തും പറഞ്ഞോളൂ. നോക്കി നിൽക്കാതെ പോയിട്ട് വാടാ. ശരി അമ്മായി. ഇവിടുത്തെ എങ്ങോട്ടാ പോകുന്നത്? ചേട്ടാ വണ്ടി എടുക്കും. അവൻ എങ്ങോട്ടാ പോയത്? എനിക്കറിയത്തില്ല. എനിക്കറിയാം. ചന്തു മോൾക്ക് വേണ്ടതെല്ലാം വാങ്ങി കൊടുക്കാനാ അവൻ പോയത്. അവനെന്തിനാ വാങ്ങി കൊടുക്കുന്നത്? എന്തിനാണെന്ന് നീ അവനോട് ചോദിക്കണം. അവന്റെ കയ്യിലുണ്ടാവും അതിനുള്ള മറുപടി. അവന് ജോലിയില്ലെന്ന് കരുതിയിട്ടെ അവനെ ഒരുപാട് അമ്മായി ടോർച്ചർ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവനെ ടോർച്ചർ ചെയ്യുമ്പോ ഞാൻ പറയുന്നതൊക്കെ അവൻ അക്ഷരം പ്രതി അനുസരിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു കാരണം ഉണ്ടാവും. അമ്മ അഭി എന്തിനാ ഇങ്ങനെ എല്ലാവരുടെ മുന്നിൽ താണു വണങ്ങി നിൽക്കുന്നത്? അല്ല മോളെ, വീടിനകത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വെറുതെ വഴക്ക് വേണോ? ഇത് ചെറിയ കാര്യമാണോ? അവന്റെ ഒരു കുഞ്ഞെ മോളിൽ കിടക്കുന്നുണ്ട്. അതിനെ അവൻ പുറത്തു കൊണ്ടുപോകുന്നൊന്നുമില്ല. അതിന് ആവശ്യമുള്ളതൊന്നും വാങ്ങി കൊടുക്കുന്നുമില്ല. ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ. അവൻ ഇപ്പോഴല്ലേ ഇവിടെ അങ്ങോട്ട് പോയത്? അതിനിടയ്ക്ക് എങ്ങനെയാ അവന്റെ ഫോൺ ഓഫ് ആയത്? അവനെ ഓഫ് ചെയ്ത് വെച്ചതായിരിക്കും. നീ വിളിക്കുന്ന കരുതി. നീ പിന്നാലെ പോയി വിളിച്ചത് അവൻ കേട്ട് കാണത്തില്ല മോളെ. അതെന്താ ആന ചെവി വെച്ചിട്ട് കേൾക്കാത്തത്? അവൻ വണ്ടി വിടുന്നതിന് മുന്നേ ആണല്ലോ ഞാൻ വിളിച്ചത്. എന്നിട്ട് അവൻ എന്നെ നോക്കാതെ വണ്ടി വിട്ടുപോകല്ലേ ചെയ്തത്? എന്തൊക്കെയാ സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല ഭഗവാനെ. മോനും മരുമോളും പോയനെ അഭിയോടാ അമ്മായി ദേഷ്യം കാണിക്കുന്നതല്ലേ? അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. എന്റെ മോനും മരുമോളും പോയ സങ്കടം എനിക്ക് എങ്ങനെയെങ്കിലും തീർക്കണ്ടേ? ഈ അടിമത്തം അധികകാലം സഹിച്ച് അവനോട് നിൽക്കാനൊന്നും പോകുന്നില്ല. വേണ്ട, അവനെയും കൊണ്ട് നീ ഈ വീട് വിട്ടു പോയിക്കോ. അതാണ് അമ്മയുടെ ആഗ്രഹം എന്ന് എനിക്കറിയാം. ഞാനും ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അവനെന്നുവേ ഈ വീട്ടിലെ പണിയെടുത്ത് ഇവിടെ ജീവിക്കുന്ന ആരും കരുതണ്ട. അതെ, ഞാൻ റെഡിയായി. നമുക്ക് ഇന്ന് അമ്പലത്തിൽ വരെ ഒന്ന് പോകണം. ഇന്നെന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? ഞാനാണല്ലോ സാധാരണ നിർബന്ധിക്കാറ്. എടീ, കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് കുറെ ആയില്ലേ? മാത്രമല്ല ഇത് കുംഭമാസമല്ലേ? ഈ മാസം മുത്തശ്ശന്റെ ജന്മമാസം. ജന്മമാസം എല്ലാവർക്കും അത്ര നല്ലതല്ലെന്നാണല്ലോ പറയാറ്. അതുകൊണ്ട് മുത്തശ്ശന് വേണ്ടി വഴിപാട് നടത്തണം. എന്നാ അത് നേരത്തെ പറയണ്ടേ? മുത്തശ്ശന്റെ പിറന്നാൾ എന്നാ വരുന്നേ? കുംഭത്തിലെ പൂരനക്ഷത്രക്കാരനാ മുത്തശ്ശൻ. പൂരം പിറന്ന പുരുഷനാണല്ലേ? അതുകൊണ്ടല്ലേ ഇത്രയും തലയെടുപ്പും ഗാംഭീര്യമൊക്കെ ഉള്ളത്. ഏത് നാളിൽ ജനിച്ചാലും അതുണ്ടാവും. നല്ല സമയത്താ ജനിച്ചതാണെങ്കിൽ, ഗ്രഹങ്ങളൊക്കെ ഉച്ചത്തിലാണെങ്കിൽ. മുത്തശ്ശനോട് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും മുത്തശ്ശനോട് ഭയങ്കര സ്നേഹമാണല്ലോ. അത് മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുത്തശ്ശനും എന്നെ വെറുക്കാനൊന്നും പറ്റത്തില്ല. ഉള്ളില് സ്നേഹം ഉണ്ടാവും. അതാ എന്റെ വിശ്വാസം. എങ്കിലും മുംബൈയിലെ ആ ഡീല് നഷ്ടപ്പെട്ടപ്പോ മറ്റൊരു മുത്തശ്ശനെ ഞാൻ കണ്ടത്. അതിനുശേഷം മുഖത്ത് ചിരി ഉണ്ടായിട്ടേ ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ബിസിനസ്സിൽ ആദ്യമായിട്ട് നമുക്ക് ഇതുപോലെ ഒരു വിഷമഘട്ടം ഉണ്ടാവുന്നത്. ശരിക്കും ഇതിനകത്ത് കിടന്ന് ബുദ്ധിമുട്ടുന്നത് മുത്തശ്ശിയാ. ഇടയ്ക്ക് എന്നെ വിളിച്ചപ്പോ പറഞ്ഞു മുത്തശ്ശന്റെ മനസ്സ് ആർക്കും പിടിയിട്ടില്ലാന്ന്. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല. മുത്തശ്ശനെ മുത്തശ്ശിയേക്കാൾ പറഞ്ഞ ആരും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ മുത്തശ്ശൻ എന്തൊക്കെയാ ചിന്തിക്കുന്നത് നന്നായിട്ട് അറിയാം. എന്തായാലും അമ്പലത്തിലേക്ക് പോകുന്ന സ്ഥിതിക്ക് ഇന്ന് ശയനപ്രദക്ഷിണം നടത്തണം. അത് ഒരു തവണയല്ല, 3 തവണ മുത്തശ്ശിന് വേണ്ടിയിട്ട്. ഈ അടുത്തൊന്നും സാറിങ്ങനെ ശയനപ്രദക്ഷിണം നടത്തിയിട്ടില്ല. ഇപ്പൊ നടത്താൻ തോന്നി, അത് ചെയ്തു. ഇത് ഇദ്ദേഹത്തിന്റെ ജന്മമാസാ. അറിയാം, അവിടുത്തെ ഓരോ വിശേഷങ്ങളും എനിക്ക് മനപ്പാടാം. അതെ, അന്നൊരു ദിവസം ഇവിടെ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചില്ലാന്ന് വലിയതിരുവിനെയാണ് എല്ലാവരോടും പറഞ്ഞത്. അതുപോലെ തന്നെ ഇനി ആരെങ്കിലും ഇവിടെ വരുമ്പോ ഞാൻ ശയനപ്രദക്ഷിണം നടത്തിയ കഥ പറയാൻ തിരുമേനി നിൽക്കരുത്. കുടുംബത്തിൽ നല്ല താളം തെറ്റിലുണ്ട്. അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുടുംബദേവതയ്ക്ക് ഇഷ്ടമുള്ള വഴിപാട് നടത്തിയത്. അതിന്റെ ഫലം ഉണ്ടാവും സാർ. ഉണ്ടാവണം. ആയിക്കോട്ടെ. ആദർശിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അത് അവനെ കൂടി അറിയിച്ചിട്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും സന്തോഷമായേനെ. തന്റെ ഈ സ്വഭാവമാണ് എനിക്ക് പിടിക്കാത്തത്. നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. കുടുംബത്തിനെയും നമ്മുടെ ബിസിനസിനെയും കെട്ടുറപ്പിന് വേണ്ടിയിട്ടാണ്. ആനന്ദമൂർത്തി മരിച്ചു കഴിഞ്ഞു. എല്ലാ അച്ഛനമ്മമാരും അങ്ങനെ തന്നെയാ. വാർദ്ധക്യം എത്തുമ്പോ മരണവും ജീവിതം തമ്മിലുള്ള ദൂരം കുറയും. അവരെ കൊണ്ട് പിന്നീട് ഒരു ഉപയോഗം ഇല്ലാതെയാവും. തലച്ചോറ് ദ്രവിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട. നമ്മൾ പ്രായം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചെലം കണക്കിയാണ് നമ്മുടെ ജീവിതം. പാരമ്പര്യമായിട്ട് അനന്തപുരി തറവാടിന് ഒരു ചിട്ടയും നിയമവും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇന്നും പഴയ പ്രൗഢി നമുക്ക് നിലനിർത്താൻ കഴിയുന്നത്. മറ്റു പലയിടത്തും കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ഞാൻ എത്രയോ തവണ തന്നോട് പറഞ്ഞിട്ടുണ്ട്, കുടുംബത്തിന്റെ നാഥൻ ഇപ്പോ ആദർശാണെന്ന്. അവന് പരാജയം സംഭവിച്ചാൽ നമ്മുടെ തറവാടിനും ബിസിനസിനും നാഥനില്ലാതെ പോകും. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് എന്റെ മനസ്സെന്താണെന്ന് അറിഞ്ഞാൽ തന്റെ നാവിന്ന് ഇതൊന്നും പുറത്തു പോകരുത്. അങ്ങനെ പോയാൽ അവിടെ പരാജയപ്പെടുന്നത് നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മുടെ കൊച്ചുമോനായിരിക്കും.